ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ വരെ ക്യാഷ് സ്വീകരിക്കാമോ? സാറേ ഇതങ്ങോട്ട് പിടിച്ചോളി. 5 ലക്ഷം ഉണ്ട് ഒരു ടോക്കൺ. പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് 2 തെറ്റിദ്ധാരണകളാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ഒന്ന്, 2 ലക്ഷം രൂപ വരെ ക്യാഷ് സ്വീകരിക്കുന്നത് തെറ്റല്ല എന്നുള്ളതും. 2, അഡ്വാൻസായി എത്ര തുക ക്യാഷ് സ്വീകരിച്ചാലും തെറ്റല്ല എന്നുള്ളതും. ഇത് രണ്ടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണകളാണ്. 2 ലക്ഷം രൂപ വരെ ക്യാഷ് സ്വീകരിക്കാമെന്നുള്ളതും അഡ്വാൻസായി എത്ര തുക ക്യാഷായി സ്വീകരിച്ചാലും തെറ്റല്ല എന്നുള്ളതും വെറും തെറ്റിദ്ധാരണകളാണ്. ഇൻകം ടാക്സ് ആക്ടിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കിയാലോ. ഇൻകം ടാക്സ് ആക്ട് 2025 സെക്ഷൻ 185, ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 269 SS. ഈ 2 സെക്ഷനുകളിലും പറയുന്ന മോണിറ്ററി ലിമിറ്റ് 20,000 റുപ്പീസാണ്, 20,000 രൂപ. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാനുള്ള തുക 20,000 അതിൽ കൂടുതലോ ആണെങ്കിൽ അതൊരു അക്കൗണ്ട് പേയി ചെക്കോ, അക്കൗണ്ട് പേയി ഡിമാൻഡ് ഡ്രാഫ്റ്റോ, ഇലക്ട്രോണിക് ക്ലിയറിംഗ് മോഡ്സോ, അതായത് ബാങ്ക് ട്രാൻസ്ഫറോ, നെഫ്റ്റോ, RTGSോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് മോഡ് ത്രൂ നിങ്ങൾ ആ പൈസ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ക്യാഷ് മേടിച്ചാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്? നിങ്ങൾ എത്ര തുകയാണോ കാശായി മേടിച്ചത് ആ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് പെനാൽറ്റി ആയി നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ അസസിംഗ് ഓഫീസർക്ക് റൈറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ 5 ലക്ഷം രൂപ ക്യാഷായി മേടിച്ചെങ്കിൽ 5 ലക്ഷം രൂപയും നിങ്ങളുടെ നിന്ന് പെനാൽറ്റി ആയിട്ട് കളക്ട് ചെയ്യാം. സോ അതുകൊണ്ട് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവരൊക്കെ അതിന്റെ കൺസിഡറേഷൻ അക്കൗണ്ട് ത്രൂ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനത്തെ ടാക്സ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക്